72 ദിവസം നീണ്ടുനിന്ന ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയും പ്രാർത്ഥനയും കാത്തിരിപ്പുമായിരുന്നു. അത് ഇന്നലെയാണ് അവസാനിച്ചത്. ഇന്നലെയാണ് നമ്മുടെ അർജുനെ ഗംഗാവല്ലിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത്. ഇന്നിപ്പോൾ അർജുന്റെ ലോറി പൂർണ്ണമായും ദേശീയപാതയോരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ലോറിയിൽ നിന്ന് അർജുന് 2 മൊബൈൽ ഫോണുകളും കുഞ്ഞിനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും കണ്ടെത്തി. ഡ്രൈവിംഗ് ക്യാബിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്തൊക്കെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്? ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ടോ? പൂർണ്ണമായും ആ ക്യാബിനകം വൃത്തിയാക്കി കഴിഞ്ഞോ? ആര്യ, അർജുൻ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ക്യാബിനകത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഈ കമ്പിയിൽ ഇട്ടിരിക്കുന്നത്. ആ വസ്ത്രങ്ങൾ എല്ലാം തന്നെ അർജുൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞ ഈ യാത്രയ്ക്ക് വേണ്ടി ഈ ലോറിയുമായി പോയപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അർജുൻ്റെ കുഞ്ഞ് ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടമുണ്ട്. അത് ജിതിൻ നേരത്തെ പ്രതികരിക്കുകയുണ്ടായി. ആ കളിപ്പാട്ടം അർജുൻ ലോറിയിൽ കുഞ്ഞിൻ്റെ എപ്പോഴും കുഞ്ഞ് കൂടെയുണ്ട് എന്ന് തോന്നിക്കുന്നതിന് വേണ്ടി ലോറിയിൽ വെച്ചിരുന്നതാണ് ആ കളിപ്പാട്ടവും ഇപ്പോൾ ഒരു ലോറിയുടെ മാതൃക തന്നെയാണ്. അതും ഇതിനുള്ളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അർജുൻ്റെ 2 മൊബൈൽ ഫോണുകൾ ഇതിനുള്ളിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൽ കുക്ക് ചെയ്യാൻ സാധാരണ ലോറിയിൽ പോകുന്നവർ സ്വയം പാചകം ചെയ്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. അവർ കുക്ക് ചെയ്യാനുമുണ്ട്. നേരത്തെ ഇതിൻ്റെ ക്യാബിൻ മുകൾ ഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഈ പരിശോധനകൾ നടത്തിയത്. അതിനുശേഷം ഇതിനു ഉൾവശം മുഴുവൻ കഴുകി ചേറും നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ആ ചേറ് മുഴുവൻ മാറ്റി പരിശോധിച്ചു. അതിനുള്ളിൽ നിന്നാണ് ഇത്രയധികം സാധനങ്ങൾ അർജുൻ്റേത് എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ സാധനങ്ങളൊക്കെ ലഭിച്ചത്. ഏതായാലും ജിതിൻ, അതുപോലെ തന്നെ സഹോദരൻ അഭിജിത്ത്, ഇവരൊക്കെ ഈ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവസാന യാത്രയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന അർജുൻ്റേത് എന്ന് പറയാവുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിനോടകം റിക്കവർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ക്യാബിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ഒരു ശരീരത്തിൻ്റെ അസ്ഥിഭാഗം, കൈയിൻ്റെ ഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ലോറി മുഴുവനായി മുകളിലേക്ക് കയറ്റിയത്. അതിനുശേഷം ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് അതിനുള്ളിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ കണ്ടെടുക്കാനായത്. ഇപ്പോൾ ലോറിയുടെ ഉടമകളിൽ ഒരാളായ മുബീനും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരനും ഈ ക്യാബിന് അടുത്തുണ്ട്. ഇനി ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയം മുൻപ് MLA സതീഷ് കൃഷ്ണസൈലൊക്കെ സംസാരിച്ചിരുന്നു. ഇനി അടുത്ത നടപടി എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഈ കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക, കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഹുബ്ബള്ളിയിലായിരിക്കും ഫോറൻസിക് പരിശോധന എന്നറിയിച്ചിരുന്നു. പക്ഷേ ഹുബ്ബള്ളിയിലല്ല, നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ മംഗലാപുരത്ത് തന്നെയാണ് എന്ന് SP നാരായണ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അത് 2 ദിവസത്തിനകം തന്നെ അതിൻ്റെ ഫലം ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വന്നാൽ ശനിയാഴ്ചയോടുകൂടി തന്നെ ഈ ശരീരഭാഗങ്ങൾ വീട്ടിലേക്ക്, കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം തന്നെയാണ് നടക്കുന്നത്. അതായത് നടപടിക്രമങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഒരു വൈകലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് MLAയുടെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്നലെ ലഭിച്ച അസ്ഥികൾ ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ശ്രീധരനാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് അത്രമേൽ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഈ ലോറി അതൊരു കളിപ്പാട്ടമാണ്. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് അർജുൻ മകന് വേണ്ടി വാങ്ങിയ ഒരു കളിപ്പാട്ടം പുതിയതായി വാങ്ങിയതെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കുഞ്ഞ് തൻ്റെ കൂടെയുണ്ട്. കാരണം ദീർഘയാത്രയാണ്. അപ്പോൾ അത്രയധികം ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സമയത്ത് കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിൻ്റെ ഒരു കളിപ്പാട്ടം അത് കയ്യിൽ കരുതിയതായിരുന്നു. ആ ലോറിയാണിത്. ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്രമേൽ ഉള്ളുലയ്ക്കുന്ന, നെഞ്ചി പിടിക്കുന്ന കാഴ്ചകളാണ് ഈ ക്യാബിൻ പുറത്തേക്കെടുത്ത് അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.